ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം വിജയങ്ങൾ കൈവരിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. നമ്മളെല്ലാവരും 2025 എന്താവണം എന്നുള്ള ചിന്തയിലാണ്. നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നു, ഗോൾ സെറ്റ് ചെയ്യുന്നു, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. എങ്ങനെ നമുക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം, എങ്ങനെ ആയിരിക്കണം നമ്മുടെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യേണ്ടത്, അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വിഷൻ ബോർഡ് 2025 വളരെ ഒരു വർഷത്തേക്കുള്ള നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യണം, എന്താണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതേക്കുറിച്ചാണ്. നമ്മൾ ഒരു ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിന് വളരെ മിനിമൈസ് ചെയ്തിട്ടുള്ള 4-5 സെക്ഷനായിട്ട് അതിന് തിരിക്കുക. അതിനകത്ത് കരിയർ ഉണ്ടായിരിക്കണം, റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായിരിക്കണം, ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിനെ ഓരോന്നിനെയും നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും കൂടി പറയാം. കരിയർ എന്താണെന്നുള്ളതാണ് അടുത്ത് പറയാനുള്ളത്. കരിയറിനെ കുറിച്ച് നമ്മൾ എന്താണ് നമ്മുടെ വിഷൻ ബോർഡിൽ എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒരു ജോലി നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കരിയറിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറിയിൽ ഒരു 20% ഹൈക്ക് കിട്ടാൻ എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സ്കിൽഡ് ഉള്ള ആളാണെങ്കിൽ അയാളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഒരു 20% 30% ഗ്രോത്തിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമുക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ ഞാൻ ഇത്ര പേജ് വായിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം. ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം ഞാൻ ഇത്ര മണിക്കൂർ ഞാൻ സ്ട്രെച്ചിന് വേണ്ടി ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു ജോഗിങ്ങിന് വേണ്ടി ഉപയോഗിക്കും, ഒരു അരമണിക്കൂർ ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാം. അതിലൂടെ ഞാൻ ഇത്ര കിലോ വെയിറ്റ് കുറക്കും, അല്ലെങ്കിൽ ഇത്ര ഗെയിൻ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അതിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയുമായിട്ട് എത്രത്തോളം നമുക്ക് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, ഏത് സമയത്താണ് നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുന്നത്, ഏത് കാലഘട്ടത്തിലാണ്, എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുമായി എത്രത്തോളം ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആനുവൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇത്തരം കാര്യങ്ങളായി കഴിയുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇമേജസ് കണ്ടെത്തുക എന്നുള്ളതാണ്. നല്ല ഇമേജസ് കണ്ടെത്തിയിട്ട് നന്നായി ക്രിയേറ്റ് ചെയ്ത് അതിനെ നല്ല ഒരു പ്രൊഫൈലാക്കി മാറ്റി അതിനെ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഇമ്പ്രസീവായിരിക്കും. പിന്നീട് നമ്മൾ ചെയ്യാനുള്ളത് ഈ വിഷൻ ബോർഡ് അല്ലെങ്കിൽ 2025 നമ്മൾ എന്താവണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രിൻറ്റ് സെറ്റായി കഴിഞ്ഞാൽ ആ പ്രിൻറ്റ് നമ്മൾ കാണുന്ന സ്ഥലങ്ങളിൽ വിസിബിളാകുന്ന ഏരിയയിൽ അത് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ബെഡ്റൂമിലാണെങ്കിൽ ബെഡ്റൂമിൽ നമ്മുടെ ഫോണിലേക്ക് വെക്കാം, സ്ക്രീനിലാക്കി വെക്കാം, അതല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിലേക്ക് സ്ക്രീൻ സേവറിൽ ഇടാം, അതല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വണ്ടിയിൽ പിക്ചർ എടുത്തിട്ട് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം ചെറിയ രൂപത്തിൽ. അങ്ങനെ നമ്മളിത് എപ്പോഴും കാണുന്ന രൂപത്തിൽ നമ്മളെ ഈ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ ഇതിനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്വാർട്ടറിൽ നമുക്ക് റിവ്യൂ ചെയ്യാനും കൂടി പറ്റണം. എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മളിതിൽ എവിടെ എത്തി, എങ്ങനെയൊക്കെ എത്താണ്ട്, ഇനി എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി നോക്കുക, അതിലേക്ക് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കുക, എന്നിട്ട് ഇനി വിഷൻ ബോർഡ് വെക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്ന വിഷൻ ബോർഡ് അച്ചീവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷൻ ബോർഡായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും സെറ്റ് ചെയ്ത സാധനം അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ ഈ 2025 വളരെ നല്ല രീതിയിൽ നല്ല രൂപത്തിലുള്ള ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം. ടിൽ ദെൻ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.